സീറ്റിൻ്റെ അടിയിലാണ് ഈ ഒരു ടാങ്ക് വെച്ചേക്കുന്നത്. ഈ ടാങ്കിൻ്റെ പ്ലേസ്മെൻറ്റ് കണ്ടോ? ഈ വലിയ സീറ്റിൻ്റെ കാരണം ഈ ടാങ്കാണ്. നമസ്കാരം. 95,000 രൂപ എക്സ്-ഷോറൂം പ്രൈസ്, കൂടാതെ 102 കിലോമീറ്റർ റേഞ്ച്. ഞാൻ സംസാരിക്കുന്നത് ബജാജിൻ്റെ ഏറ്റവും പുതിയ CNG ബൈക്കിനെ കുറിച്ചാണ്. ഇത് ബജാജിൻ്റെ ഫ്രീഡം 125cc ബൈക്കാണ്. അപ്പോൾ വണ്ടി പ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഓടിക്കാൻ പറ്റില്ല, ഒരു വാക്കറൗണ്ടേ കാണിക്കാൻ പറ്റുള്ളൂ. ഫീച്ചേഴ്സൊക്കെ തന്നെ പറയാം, കാര്യങ്ങളൊക്കെ തന്നെ പറയാം. സ്വാഗതം. ഇതാണ് ഫ്രീഡം 125 CNG എന്ന് പറയുമ്പോൾ CNG പെട്രോൾ ഉണ്ട്. ഇതിൻ്റെ ആ ഒരു രൂപം എന്നൊക്കെ പറയുന്നത് നമ്മൾ പഴയ ഹോണ്ട നാവിക കണ്ട ആ രൂപത്തിലുള്ള ആ ഒരു വണ്ടി എന്നൊക്കെ വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. പക്ഷേ കാഴ്ചയ്ക്ക് നല്ല കൗതുകമുള്ള വണ്ടിയാണത്. 17 ഇഞ്ച് ഫ്രണ്ട് വീലും 16 ഇഞ്ച് റിയർ വീലും. അപ്പോൾ ഫ്രീഡം എന്നുള്ള ആ ഒരു ലെറ്ററിങ്ങിൽ ആ ഒരു കൊടി നമുക്ക് കാണാം. ഈ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് LED ആണ്, പക്ഷേ ഇൻഡിക്കേറ്ററുകൾ സാധാ ലൈറ്റ് തന്നെയാണ്. ഇവിടെ ആ ഒരു കോമ്പി ബ്രേക്കിൻ്റെ സിസ്റ്റമൊക്കെ കാണാം. കൂടാതെ സാധാരണ കാണുന്ന ഹാൻഡിലിന് വിഭിന്നമായിട്ട് ഒരു ക്രോസ് ബാർ കൊടുത്തിട്ടുണ്ട്. മിററുകളും കാണാൻ നല്ല ലുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഈ വണ്ടിയുടെ സീറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. വലുതെന്ന് പറയുമ്പോൾ 4 പേർക്കൊക്കെ വേണമെങ്കിൽ ഇരിക്കാവുന്ന സീറ്റാണ്, നോട്ട് ലീഗലി. ഇനി പെട്രോൾ CNG ടാങ്കുകളിലെ ഈ വണ്ടിക്ക് CNGയുടെ അളവ് അറിയുന്നത് ഇവിടെയാണ്. 2 ലിറ്റർ CNGയിൽ എത്ര ബാക്കിയുണ്ടെന്ന് അറിയാനുള്ള ലിഡിൻ്റെ ആ ഒരു ഗേജാണിത്. ഇനി ഫ്രീഡം എന്നുള്ള ബാഡ്ജുണ്ട്, ബജാജിൻ്റെ ലോഗോ കാണാം. ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് റാഡിക്കലാണ്. നമ്മളിതുവരെ കണ്ട ബൈക്കുകളിൽ വലിയ സാമ്യമില്ല എന്ന് തന്നെ പറയാം. ഇനി എഞ്ചിൻ്റെ പ്ലേസ്മെൻറ്റ് അല്ലേ, ഈ എഞ്ചിൻ്റെ ഹെഡൊക്കെ മുന്നോട്ട് നിൽക്കുന്ന രൂപത്തിലാണ്. കാരണം ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് 125cc ആണ്. അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു CNG ടാങ്കെല്ലാം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒപ്റ്റിമൈസേഷനാണത്. കിക്കറുണ്ട്, ഈ ഒരു ക്രാഷ് ഗാർഡ് കാണാം. ക്രാഷ് ഗാർഡിൻ്റെ കാര്യം പറയുമ്പോൾ 11ഓളം ആ ഒരു സേഫ്റ്റി ടെസ്റ്റുകൾ നടത്തിയിട്ടുള്ളൊരു വണ്ടിയാണ് ഈ ഒരു ഫ്രീഡം എന്നാണ് ബജാജ് പറയുന്നത്. അതായത് ബാക്കിൽ നിന്നൊരു വണ്ടി വന്ന് ഇടിച്ചാലും പൊട്ടിത്തെറിച്ചാവില്ല എന്ന് സാരം. ഇനി ഈ സീറ്റിൻ്റെ അപ്പോൾസിലേക്ക് കൊള്ളാം. കൂടാതെ ഈ ഒരു റെയിലുകളൊക്കെ കാണാൻ ഭംഗിയുണ്ട്. ഇനി ഫ്രെയിം നമുക്ക് വിസിബിൾ ആണെന്ന് കാണാം, ബ്ലാക്ക് ആണ് കളർ തീം. ഇനി ഇവിടെ ആ ഒരു സൈലൻസറിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഗാർഡ് എന്ന് പറയുന്നത് സിൽവർ കളറാണ്. ഇവിടെ ഒരു ചെറിയ അണ്ടർബെല്ലി ഒരു ഗാർഡും ഉണ്ട്. ഈ ഒരു ഫ്രണ്ട് ഫോർക്ക് ഉണ്ടല്ലേ, ഈ ഫോർക്കിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു കവറുകളൊക്കെ തന്നെയും ഒരിത്തിരി മീറ്റിയായിട്ട് തോന്നിയിട്ടുണ്ട്. കൂടാതെ ഈ മഡ് ഗാർഡിൻ്റെ വശത്തും ആ ഒരു അലുമിനിയം കേസിംഗ് ഉണ്ട്, അല്ലെങ്കിൽ അലുമിനിയം ഇൻസേർട്ടുകളുണ്ട്. ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ട് കാണാം, 3 വേരിയൻ്റുകളാണ്, ഡിസ്ക്, ഡ്രം അങ്ങനെയുള്ള വേരിയൻ്റുകളുണ്ട്. കൂടാതെ ഇവിടെ ആ ഒരു സ്വിച്ച് കാണാം. ഈ സ്വിച്ചിലാണ് CNG അല്ലെങ്കിൽ ആ ഒരു പെട്രോൾ സ്വിച്ചിങ് നടക്കുന്നത്. ഇത് ഓൺ ദ ഗോ ആണെന്ന് കാണാം. ഇനി വശങ്ങളിൽ നിങ്ങൾക്കൊരു ചെറിയ ഒരു ഫാമിലി പിക്ചറോടെ കാണുന്നത് നല്ല ഭംഗിയായിട്ട് തോന്നി. പാറ്റേണൊക്കെ കൊള്ളാം. ഈ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നന്നായിരുന്നു തോന്നുന്നുണ്ട്. കൂടാതെ സ്റ്റിക്കറൊക്കെ കാണാം. ഇത് ഗ്രേ കളറാണ്. പല കളറുകളിലും ഈ ഒരു വണ്ടി ലഭ്യമാണെന്നുള്ളതാണ്. ഇനി സീറ്റ് കണ്ടോ, ഈ സീറ്റിൻ്റെ മുകളിൽ ചെറിയ ഡിസൈൻ എലമെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ആ ഒരു സാരി ഗാർഡ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പ്രൊട്ടക്ടർ കാണാം. ചെയിൻ ഗാർഡും തീർത്തും വലുതാണ്. കൂടാതെ ഇവിടെ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ്ഡാണ് ഈ ഒരു ഇൻസേർട്ട് എന്നുള്ളതാണ്. ഈ ക്രാഷ് ഗാർഡിൻ്റെ ഡിസൈൻ ഒത്തിരി വ്യത്യസ്തമുണ്ടല്ലേ. ഇനി ഫ്രീഡത്തിൻ്റെ ആ ഒരു വീലിൻ്റെ പിന്നിൽ ഒരു ഹഗ്ഗറുണ്ട്. ആ ഹഗ്ഗറും അതിൻ്റെ ഉള്ളിലുള്ള ചെയിനും കാണാം. ഇനി ഈ ചെയിൻ എന്ന് പറയുന്നത് ശരിക്കും ഓയിൽ ഇടുന്ന ചെയിനാണ്. ആ ഒരു ലൂബിങ് കൈൻഡ് ഓഫ് ചെയിൻ അല്ലെന്ന് തോന്നുന്നു. ഇനി ഇവിടെ ആ ഒരു കവറിങ് തന്നെയും തീർത്തും നല്ല ഭംഗി തോന്നിച്ചു. ഇവിടെയും കുറേ പാറ്റേണൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇൻഡിക്കേറ്ററാണ്. ഇൻഡിക്കേറ്ററിൽ ബൾബാണ്, LED അല്ല, പക്ഷേ ലൈറ്റ് ആ ഒരു LED ആണെന്ന് കാണാം. ഹാങ്കർ നല്ല ഭംഗി ഇടാനായിട്ട്. കൂടാതെ ഇവിടെ ഈ ഒരു പാറ്റേണൊക്കെ കാണുന്നുണ്ടെന്നാണ്. ഇനി വലിയൊരു ഗ്രാബ് ഹാൻഡിലും ഈ ഒരു ഫ്രീഡത്തിനുണ്ട്. സീറ്റിൻ്റെ മുന്നിൽ ഒരു ചെറിയ വെൻ്റ് പോലെ കൊടുത്ത ഭാഗം ഭംഗി വെച്ചു. ഇനി വലിയ ഒരു ഓപ്പണിംഗ് ആണ് ഫ്യൂൽ ലിഡ് എന്ന് പറയുന്നത്. ആ ഒരു ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യുന്നത് ശരിക്കും ഇങ്ങനെയാണ്. ഇത് CNG ഫില്ലിങ്ങും ഇത് പെട്രോൾ ഫില്ലിങ്ങും. 2 ലിറ്റർ മൊത്തം 4 ലിറ്റർ. ഇവിടെ അതിൻ്റെ ആ ഒരു കംപ്ലയിൻസ് പ്ലേറ്റ് ഇൻസ്റ്റാൾഡ് ബൈ ബജാജ് ഓട്ടോ, അതായത് 2 വർഷം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട CNG ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ചെയ്യുന്നത്. ഇതൊരു ഫ്ലിംസ് ചെയ്യാൻ തോന്നിട്ടോ. പിന്നെ ഈ ഒരു മീറ്റർ ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഒരു അനലോഗ് അല്ല, പക്ഷേ ഡിജിറ്റലാണ്. ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ പൾസറിലൊക്കെ കണ്ട അതേ ആ ഒരു ഡിസൈൻ തന്നെ കാണാം. സൈഡ് സ്റ്റാൻഡ് പോൾ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ആ ഒരു ഗിയർ ഇൻഡിക്കേറ്റർ കാണുന്നുണ്ട്. ഓടോ അല്ലെങ്കിൽ ട്രിപ്പ് മീറ്റർ, ക്ലോക്ക് എല്ലാം തന്നെ കാണാനുള്ളതാണ്. ഇനി ഈ സ്വിച്ചുകളൊക്കെ കണ്ടില്ലേ, ഇവിടെ ആ ഒരു ഹെഡ്ലൈറ്റ് സ്വിച്ചുകളുണ്ട്, ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ, ഇതാണ് അതിൻ്റെ ഒരു ഹോൺ സ്വിച്ച്. ഇനി ഈ വണ്ടിക്ക് സെൽഫ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് സെൽഫ് സ്റ്റാർട്ടർ അല്ല, പകരം ഇൻ്റലിജൻറ്റ് സ്റ്റാർട്ടർ ജനറേറ്റർ ആണെന്ന് തോന്നുന്നു. കാരണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയ സൗണ്ട് ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ സൗണ്ട് ആവുന്നുണ്ട് എന്നുള്ളതാണ്. കേട്ടോ, എൻജിൻ കീൽ സ്വിച്ച് കാണാത്തതുകൊണ്ട് തന്നെ നമ്മൾ കീൽ വേണം ഇത് ഓഫ് ചെയ്യാനായിട്ടും. സീറ്റിൻ്റെ അടിയിലാണ് ഈ ഒരു ടാങ്ക് വെച്ചിരിക്കുന്നത്. ഈ ടാങ്കിൻ്റെ പ്ലേസ്മെൻറ്റ് കണ്ടോ, ശരിക്കും ഇത് ഫിറ്റ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന സംഗതിയായിട്ടാണ്. കാരണം ഇത് 2 വർഷം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഊരേണ്ടി വരുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഊരി കൊണ്ടുവരേണ്ട എളുപ്പത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ശരിക്കും CNG ടാങ്ക് ഇങ്ങനെ തന്നെ വേണം. അത് നമുക്ക് ഒരു ടാങ്കിൻ്റെയൊക്കെ പോലെ അങ്ങനെ ഡിസൈൻ ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ടാങ്ക് വെച്ചാൽ ഒരു പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ ബ്രില്യൻ്റ് ആണ്. കൂടാതെ അവിടെ ബാറ്ററി കാണാം. ഇതിന് മുന്നിൽ ഒരു പെട്രോൾ ടാങ്കിൻ്റെ ഒരു കാര്യം കണ്ടില്ലേ. അപ്പോൾ വലിയ സീറ്റ് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലായില്ലേ. ഈ വലിയ സീറ്റിൻ്റെ കാരണം ഈ ടാങ്കാണ്. ഇതൊരു 125cc ബൈക്കാണല്ലോ. 9.6 PS പവറും 9.7 Nm ടോർക്കുമുള്ള ഒരു വണ്ടി എന്ന് പറയുന്നത്
മൾട്ടി ഫ്യൂൽ ആണെന്നാണ്. മൾട്ടി ഫ്യൂൽ എന്ന് പറയുമ്പോൾ അറിയാലോ, CNG അല്ലെങ്കിൽ പെട്രോൾ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു കഴിഞ്ഞു. ഇതിന് മോണോ ഷോക്കാണ് പിന്നിൽ. ആ ഒരു ഷോക്ക് എന്ന് പറയുന്നത് അധികം ലെങ്ത്ത് കൂടിയ ഒരു ഷോക്കാണ്. ഇതിന് അവരൊരു ടേമൊക്കെ വിളിക്കുന്നുണ്ട്, അത് ഞാൻ റിവ്യൂ വീഡിയോയിൽ വിശദമായി തന്നെ പറയാം. കിക്ക് സ്റ്റാർട്ടർ ഉണ്ട്, കിക്ക് സ്റ്റാർട്ടറിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ കൊള്ളാം. ഫുഡ് റെസ്റ്റൊക്കെ വലുതാണ്. അതായത് ഒരു ഫാമിലി ബൈക്ക് എന്ന നിലയ്ക്ക് വലിയ സീറ്റും വലിയ ഫുഡ് റെസ്റ്റുകളും എല്ലാം വലുതാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരിത്തിരി ഫങ്കി ആയിട്ടുള്ള ഒരു ബൈക്കാണ് ഫ്രീഡം 125 എന്ന് ലളിതമായിട്ട് പറയാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു ഫസ്റ്റ് ലുക്കായിട്ട് പറയാനുള്ളൂ. അതായത് ടെക്നിക്കലായിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓടിക്കേണ്ടത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഓടിക്കാനായിട്ട് പറ്റില്ല. ഓടിക്കുന്ന സ്ഥിതിക്ക് പറയാൻ കുറച്ചുകൂടി ബാക്കി വെച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്താണ്. അടുത്തതായിട്ട് വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.